അങ്ങനെ രോഹിത്തിന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് തന്നെ അലീന രോഹിത്തിനെ ജാമ്യത്തിലിറക്കുകയാണ്. ജാമ്യത്തിലിറക്കിയതിനു ശേഷം അലീന രോഹിത്തിനെയും കൂട്ടി ശരണ്യെ കാണാൻ പോകുന്നുണ്ട്. ആദ്യമൊന്നും രോഹിത് അതിനെ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അലീനയുടെ നിർബന്ധപ്രകാരം രോഹിത് ശരണ്യെ കാണാനായിട്ട് പോവുകയാണ്. രോഹിത് അലീനയോട് പറയുന്നുണ്ട്, ശരണ്യെ ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല, ആ കുട്ടിയെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. എന്തോ എനിക്ക് ആ കുട്ടിയെ ഫേസ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടാ, അതുകൊണ്ട് പോകാൻ താല്പര്യമില്ല എന്ന് തന്നെ രോഹിത് പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, രോഹിത്തെ നിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ ശരണ്യെ അവർ 3 പേരും കൂടെ ഉപദ്രവിക്കുമ്പോൾ നീ അത് നോക്കി നിൽക്കുകയല്ലായിരുന്നോ? നിനക്കവിടെ പ്രതികരിക്കാനൊന്നും തോന്നിയില്ലല്ലോ. നീ അവരെ എതിർത്തില്ല. ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തുന്നത് കണ്ടിട്ടും നീ അവരെ എതിർക്കാതെ അവർക്ക് സപ്പോർട്ട് ചെയ്യുകയല്ലായിരുന്നോ? അവർ 3 പേരും ശരണ്യെ ഉപദ്രവിക്കുന്ന കണ്ട് നീ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നെങ്കിലും വേണ്ടപ്പെട്ട ആരും നീ ഈ കാര്യങ്ങൾ അറിയിച്ചില്ലല്ലോ. എങ്കിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട്. അതുകൊണ്ട് നീ തെറ്റുകാരൻ തന്നെയാണ്. ശരണ്യോട് നീ മാപ്പ് പറയണം, ഇല്ലെങ്കിൽ ശരണ്യയുടെ ശാപം നിനക്കും ഉണ്ടാവും എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അത് കേട്ടിട്ടാണ് രോഹിത് ശരണ്യയുടെ മുമ്പിൽ ചെന്ന് കൈകൂപ്പി മാപ്പ് പറയുന്നത്. ഒരു പെൺകുട്ടിയോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാ ഹരിയും ഹരിയുടെ ഫ്രണ്ട്സും കൂടെ ശരണ്യോട് ചെയ്തത്. എന്നോട് ക്ഷമിക്കണം. അറിയാതെയാണെങ്കിലും ഞാനും ഇതിൽ പങ്കുചേരേണ്ടി വന്നു ശരണ്യെ. ഞാൻ ആ സമയത്ത് ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ, അവരെ എതിർത്തിരുന്നെങ്കിൽ ശരണ്യയ്ക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ശരണ്യെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. എല്ലാത്തിനും മാപ്പ്, ശരണ്യ എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നെ രോഹിത് അവളുടെ മുമ്പിൽ പൊട്ടിക്കരയുന്നുണ്ട്. ശരണ്യ പറയുന്നുണ്ട്, രോഹിത്തിനോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. എന്നോട് വിശ്വാസവഞ്ചന കാട്ടിയത് ആ ഹരിയാ എല്ലാത്തിനും കാരണം. അവനല്ലേ എന്നോട് നുണ പറഞ്ഞ് അങ്ങോട്ടേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോയത്. എന്നോട് പോലും വിശ്വാസവഞ്ചന കാണിച്ച അവൻ നിങ്ങൾ പിന്നെ വെറുതെ വിടുവോ? രോഹിത്തിനെ അവൻ കുടുക്കിയ തന്നെ ആയിരിക്കും. അതെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ രോഹിത്തിനെതിരെയുള്ള മൊഴിയൊക്കെ മാറ്റി പറഞ്ഞത്. ഇനിയെങ്കിലും ആ ദുഷ്ടനുമായിട്ടുള്ള കൂട്ടുകെട്ടെല്ലാം അവസാനിപ്പിച്ച് നല്ല രീതിക്ക് ജീവിക്കാൻ നോക്ക്. അവൻ്റെ കൂടെ ഇനിയും കൂട്ടുകൂടാൻ നിന്നാൽ ജീവിതം തന്നെ പാഴായി പോകും. ജീവിതകാലം മുഴുവൻ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കും. അത്രയ്ക്ക് നെറുകെട്ടവനാ, അത്രയ്ക്ക് വൃത്തികെട്ടവനാ അവൻ എന്നൊക്കെ തന്നെ നമ്മുടെ ശരണ്യ ദേഷ്യപ്പെട്ട് പറയുകയാണ്. രോഹിത് പറയുന്നുണ്ട്, അതിപ്പോൾ എനിക്ക് മനസ്സിലായി. നേരത്തെ എന്നോട് എല്ലാവരും പറയുമായിരുന്നു അവരുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ അവർ പറയുമ്പോൾ പോലും ഞാൻ അതൊന്നും അനുസരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അവൻ എങ്ങനെയുള്ളവനാണെന്നും അവൻ്റെ കൂട്ടുകെട്ട് എന്താണെന്നും അവൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്നും എല്ലാം എനിക്ക് മനസ്സിലായി എന്നൊക്കെ രോഹിത് വീണ്ടും പറയുന്നുണ്ട്. ശരണ്യ പറയുന്നുണ്ട്, എന്നെപ്പോലെ എത്രയോ പെൺകുട്ടികൾ ഒരു ദിവസം ഇതുപോലെ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതം പിന്നെ എന്തായി തീരുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും വയ്യ. എൻ്റെ അവസ്ഥ തന്നെ ഇപ്പം കണ്ടില്ലേ, പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ഹരി എന്ന ചതിയനെ വിശ്വസിച്ചതുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ ഇല്ലാതായേ. പിന്നെയും ഞാനിപ്പോൾ നിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ അലീന ചേച്ചി എന്ന ധൈര്യം കൊണ്ട് മാത്രമാ. അലീന ചേച്ചിയുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് തന്നെ. ഇനിയെങ്കിലും രോഹിത് ഇതുപോലെയുള്ള ചതിക്കുഴിയിൽ ചെന്ന് പെടരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. അലീന ചേച്ചി നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വെളിച്ചം പകരാനായിട്ട് വന്ന ആളാണ്. അതുകൊണ്ട് അലീന ചേച്ചി എന്താണോ പറയുന്നത് അത് കേട്ട് അതുപോലെ അനുസരിച്ച് ജീവിക്കാൻ നോക്ക്. എങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും, എനിക്കത് മാത്രമേ പറയാനുള്ളൂ എന്നും പറഞ്ഞിട്ട് തന്നെ ശരണ്യ അവിടുന്ന് പോകുന്നുണ്ട്. ശരണ്യെ നേരിട്ട് കണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത്തിന്റെ മനസ്സിലും വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. അങ്ങനെ അലീനയും രോഹിത്തും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇതേ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ബാലചന്ദ്രൻ വൈജിയെ കാണാനായിട്ട് വൈജിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് വൈജിയോട് ചോദിക്കുന്നുണ്ട്, സംഭവങ്ങളൊക്കെ നീ അറിഞ്ഞല്ലോ അല്ലേ? നിന്റെ പുന്നാര മോൻ കാണിച്ചത് എന്താണെന്നൊക്കെ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ വളർത്തുദോഷം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ ഒരാൾ കാരണമാണ് നിന്റെ മോൻ ഇങ്ങനെ വഴിപിഴച്ചു പോയത്. ഇനിയെങ്കിലും മക്കൾക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്ക്. നിന്റെ ആ തലതെറിച്ച മോന് വേണ്ടിയിട്ട് അലീന ആ നാട്ടുകാരുടെ മുമ്പിൽ തെറി കേട്ടത്, അവളെ എല്ലാവരും പരിഹസിച്ചത്, തെറി വിളിച്ചത്, അവൾക്കത് കേൾക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവസാനം അവൾ തന്നെ ഇറങ്ങി തിരിച്ച് ഇതിനൊക്കെ ഒരു വഴി കണ്ടെത്തിക്കൊണ്ടാണ് നമ്മുടെ മോൻ ഇപ്പം ജയിലിൽ പോകാതെ ഇവിടെ നിൽക്കുന്നത് തന്നെ. ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പോലും വൈജിക്ക് അലീനയോട് ഭയങ്കര ദേഷ്യമാണ്. അലീന ഒറ്റൊരുത്തി കാരണമായി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. രോഹത്തിനെ വഴിപിഴപ്പിച്ചതും രോഹത്ത് ഇങ്ങനെയൊക്കെ ആയി തീർന്നതും അലീന കാരണമെന്നാണ് വൈജി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുന്നതും. അലീന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ കേസിൽ നിന്ന് രോഹത്തിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ പോലും വൈജയുടെ മനസ്സിൽ അലീനയെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ബാലചന്ദ്രനും വൈജയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ രോഹിത്ത് കയറി വരുന്നത്. രോഹിത് ഇവരെ കാണാനായിട്ട് തന്നെ അങ്ങോട്ടേക്ക് വന്നതാണ്. രോഹിത്തിനെ കണ്ട പാടെ തന്നെ വൈജ രോഹിത്തിനെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. തൃപ്തി ആയോടാ നിനക്ക്? ഇതിൽ കൂടുതലൊരു അപമാനം ഇനി ഈ കുടുംബത്തിൽ വരാനില്ല. നീയൊക്കെ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചല്ലോ, അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് നാണക്കേട് തോന്നുക എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വൈജ രോഹിത്തിനെ തല്ലുന്നുണ്ട്. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ കൊല്ലപ്പള്ളിയിലെ ഹരിയുമായിട്ട് ഒരു കൂട്ടും വേണ്ടാന്ന്. അവൻ നിന്നെ വഴിതെറ്റിക്കുമെന്ന് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞതാ, നീ അതനുസരിച്ചോ? അവസാനം അവൻ നിന്നെ ജയിലിൽ കയറ്റുമെന്ന് ഞാൻ അന്ന് നിന്നോട് പറഞ്ഞപ്പോൾ നിനക്ക് പുച്ഛമായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ എന്തായി കണ്ടില്ലേ? അവൻ നിന്നെ അവസാനം ജയിലിൽ തന്നെ കയറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. രോഹിത്തിന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് തന്നെ രോഹിത് ഇതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയം തന്നെ അലീനയും അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു.
ഇവർ രണ്ടുപേരും രോഹിത്തിനെ മാറി മാറി കുറ്റപ്പെടുത്തുന്നതും വഴക്ക് പറയുന്നതൊക്കെ കേട്ടുകൊണ്ടാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നതും. അലീന പറയുന്നുണ്ട്, മതി, ഇനി അതും പറഞ്ഞ് അവനിങ്ങനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. അവൻ ചെയ്ത തെറ്റിന്റെ ആഴം എത്രത്തോളം വലുതാണെന്നൊക്കെയുള്ളത് അവനിപ്പോൾ മനസ്സിലായി. ഇനി അതിന്റെ പേരും പറഞ്ഞ് അവനെ ആരും തല്ലാനൊന്നും നിൽക്കണ്ട. അവന് കിട്ടാനുള്ളതെല്ലാം പോലീസ് സ്റ്റേഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ലോക്കപ്പിലിട്ട പോലീസുകാരൻ 4 പേരെയും തല്ലി ചതച്ചു. ഒരു തെറ്റും ചെയ്യാതെ തന്നെ എല്ലാ ശിക്ഷയും അവൻ അനുഭവിക്കേണ്ടി വന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും എല്ലാ പരിഹാസങ്ങളും അവൻ ഏറ്റുവാങ്ങി എന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. അവനിപ്പോൾ പുറത്തേക്കിറങ്ങി ഒന്ന് നടക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാവരും ഒരു പരിഹാസത്തോടെ അവനെ നോക്കുന്നത്. എന്തായാലും അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇപ്പം എല്ലാവർക്കും ബോധ്യമായല്ലോ. ഇനിയും അതിന്റെ പേരും പറഞ്ഞ് അവനിങ്ങനെ ക്രോശിക്കുന്നത് ശരിയല്ല. നമ്മളെ വീട്ടുകാർ പോലും അവനെ ഏതു നേരവും ഇങ്ങനെ അതും പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അവന്റെ മനസ്സ് മരവിച്ചു പോകും. അവനിപ്പോൾ വേണ്ടത് നമ്മുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും ഒക്കെയാണ്. അതാ നമ്മൾ കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന പറയുന്നുണ്ട്. നമ്മളും കൂടെ അവനെ അവഗണിച്ച, നമ്മളും കൂടെ അവനെ തള്ളിപ്പറഞ്ഞ അവൻ പിന്നെ എന്തെങ്കിലും കടുങ്ങി ചെയ്താലോ? മകനെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയുമായിട്ട് ജീവിതകാലം മുഴുവൻ തീരാവേദനയോടെ കാലം തള്ളി നിൽക്കേണ്ട ആവശ്യമുണ്ടോ മേഡം? അതുകൊണ്ട് ഇനിയെങ്കിലും അവനെ നേർവഴിക്ക് കൊണ്ടുവരിക ചെയ്യേണ്ടത്. അവന് സ്നേഹവും സപ്പോർട്ടും കൊടുക്കണം. സ്നേഹം കൊണ്ട് മാത്രമേ അവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നൊക്കെ അലീന പറയുകയാണ് കേട്ടോ. അത് കേട്ട് നമ്മുടെ വൈജ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. വൈജ പറയുന്നുണ്ട്, എന്നെക്കാ കൂടുതൽ എൻ്റെ മോനെ പറ്റി ഇപ്പം നിനക്കാണോടി അറിയാവുന്നത്. അവൻ്റെ അമ്മയാണ് ഞാൻ. അവനെ നൊന്ത് പ്രസവിച്ചത് ഞാനാ. അവൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അവൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ഞാനിവിടെ ഉണ്ട്. പിന്നെ നീ ആരാടി ഇതൊക്കെ പറയാൻ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വൈജ ദേഷ്യപ്പെടുന്നുണ്ട്. അലീന ഉടനെ പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ ചേച്ചിയാണെന്ന് കൂട്ടിക്കോ. ഞാൻ എൻ്റെ സ്വന്തം അനിയനെ പോലെ രോഹിത്തിനെ കണ്ടിട്ടുള്ളൂ. മേഡം നല്ലൊരു അമ്മയായിട്ട് മകനെ വളർത്തിയിരുന്നെങ്കിൽ രോഹിത് ഇപ്പം ഇതുപോലെ ഒരു ചതിക്കുഴിയിൽ ചെന്ന് പെടില്ലായിരുന്നു. അവൻ നല്ലൊരു മകനായിട്ട് വളർന്നു വന്നേനെ. ഇനിയെങ്കിലും മേഡം ഇതുപോലുള്ള ബുദ്ധിമോശങ്ങളൊന്നും കാണിക്കരുത്. ഇനിയെങ്കിലും അവനെ നേർവഴിക്ക് കൊണ്ടുവരണം. അവിടെ മേഡത്തിന്റെ വാശി ജയിക്കണമെന്ന് വിചാരിച്ച് അവനെ ഒരു പടുകുഴിയിലേക്ക് ചെന്ന് താഴ്ത്തില്ലെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അതിനുശേഷം കൊല്ലപ്പള്ളിയിൽ രോഹിത്തിന് ജാമ്യം കിട്ടിയെന്നറിഞ്ഞ് കമല ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. മനുവിന്റെ അടുത്തേക്ക് വന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, എടാ, രോഹിത്തിന് മാത്രം എങ്ങനെ ജാമ്യം കിട്ടിയത്? അവനും ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയല്ലേ. പിന്നെ അവന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? അവന് മാത്രം ജാമ്യം കിട്ടിയത് എങ്ങനെയാ? ആ നശൂലം പിടിച്ച പെണ്ണ് അവനെ മാത്രം എന്താ അതിൽ നിന്ന് ഒഴിവാക്കിയത്? അവളായിരിക്കും കാരണം. ആ അലീന, അവൾ ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ മോൻ ഇതുപോലൊരു അവസ്ഥ ഉണ്ടായെന്നൊക്കെ വീണ്ടും അലീനയെ കുറ്റപ്പെടുത്തി തന്നെ കമല സംസാരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ നന്നായിട്ട് പണം ഇറക്കി കാണും. അതുകൊണ്ടായിരിക്കും അവൾ മൊഴി മാറ്റി പറഞ്ഞത്. ഹരിയെ ഇറക്കാൻ ആർക്കും ഒരു ഉത്സാഹവുമില്ല. അവൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നോട്ടെ എന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ശിവേട്ടനോട് പറഞ്ഞ് അയാൾ കൊടുത്തതിനേക്കാളും ഇരട്ടി കാശ് നമ്മൾ ആ പെൺകുട്ടിക്ക് കൊടുക്കാന്ന് പറ. കുറച്ച് കാശ് കൈ കിട്ടി കഴിയുമ്പോഴേ അവൾ മൊഴി മാറ്റി പറഞ്ഞോളും. അതിനിപ്പോൾ എത്ര കോടി വേണമെങ്കിലും കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഹരിയെ പുറത്തിറക്കിയേ പറ്റുള്ളൂ. അതെന്റെ വാശിയാണെന്ന് വേണമെങ്കിൽ നീ കൂട്ടിക്കോ. അങ്ങനെ ആ വൈജയന്തി മാത്രം സന്തോഷിക്കണ്ട. അവളുടെ മോനെ മാത്രം ആ അലീന സേഫായിട്ട് ഇറക്കിക്കൊണ്ട് പോയില്ലേ. എൻ്റെ ഹരി ഇപ്പോഴും ജയിലിനകത്ത് കിടക്കുക. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല. ഇനിയിപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കേണ്ടി വന്നാലും ഹരി എങ്ങനെയെങ്കിലും പുറത്തിറക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ കമല പറയുമ്പോഴേക്കും മനു ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഈ പറയുന്നത്? അമ്മയ്ക്ക് എന്നാ ഭ്രാന്തുണ്ടോ? രോഹിത്തിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് തെളിഞ്ഞുകൊണ്ട ശരണ്യ മൊഴി മാറ്റി പറഞ്ഞ് അവരെ പുറത്തിറക്കാൻ സഹായിച്ചത്. അങ്ങനെയാണോ അമ്മയുടെ മോന്റെ കാര്യം? കേസിലെ 1-ാം പ്രതി അവൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന പെൺകൊച്ചാ അത്. എന്നിട്ട് അവൻ ഇമാതിരി തെമ്മാടിത്തരം കാണിച്ചത്. എത്ര പണം കൊടുത്താലും എത്ര കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല അമ്മേ. എന്തായാലും കുറഞ്ഞത് ഒരു 3-4 മാസമെങ്കിലും അകത്ത് കിടന്നിട്ട് മാത്രമേ അമ്മയുടെ മോൻ പുറം ലോകം കാണുള്ളൂ എന്നൊക്കെ മനു പറയുന്നുണ്ട്. മനു പറയുന്നത് കേട്ട് ആകെ സങ്കടപ്പെട്ട് തളർന്നിരിക്കുകയാണ് കേട്ടോ കമല. എൻ്റെ ദൈവമേ, ഇനി എങ്ങനെ ഹരിയെ പുറത്തിറക്കും? കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും മുമ്പിലൊക്കെ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. നാണക്കേട് കാരണം പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. ഈ വാർത്ത അറിഞ്ഞ് എത്ര പേരാണ് എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. എങ്ങനെങ്കിലും അവനെ ഒന്ന് പുറത്തിറക്കിയേ പറ്റുള്ളൂ, അല്ലാതെ ഒരു വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ കമല പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. മനു അതൊന്നും തന്നെ വകവയ്ക്കാതെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ രോഹിത് നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വിട്ടയച്ചെങ്കിലും ആ നാണക്കേട് കൊണ്ട് കോളേജിലോ സ്കൂളിലോ ഒന്നും പോകാൻ വയ്യാതിരിക്കുകയാണ് ഭവതിയും കൃഷ്ണയൊക്കെ. രോഹിത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ. കോളേജിൽ 1-2 ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുമ്പോഴേക്കും അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു കുറ്റപ്പെടുത്തലും പരിഹാസവും ഒരു കളിയാക്കലും ഒക്കെ മാത്രമാണ് നമ്മുടെ രോഹിത്തിനെ നേരിടേണ്ടി വരുന്നത്. അവർ പറയുന്നുണ്ട്, തൽക്കാലം നീ ഇപ്പോൾ കോളേജിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. കോളേജിലെ എല്ലാവരും ഈ വിവരം അറിഞ്ഞു. ആകെ മൊത്തത്തിൽ നാണക്കേടായി. നീ ഇനിയിപ്പോൾ വന്നാലും അവരെയൊക്കെ ഫേസ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആറി തണുക്കുന്നവരെ നീ വീട്ടിൽ ഇരുന്ന് തന്നെ പഠനം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ആ കോളേജിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്. അതും കൂടെ കേൾക്കുമ്പോഴേക്കും രോഹിത്ത് വല്ലാണ്ട് തളർന്നു പോകുന്നുണ്ട്. രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ ഇനി കോളേജിലേക്കില്ല. ഇനി കോളേജിൽ പോയാലും എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ കഴിയില്ല. എല്ലാവരും എന്നെ ഒരു പരിഹാസ നോട്ടത്തോടെയാണ് നോക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. അവരെന്നോട് പറഞ്ഞു, കോളേജിലെ എല്ലാവരും ഈ വിവരങ്ങൾ അറിഞ്ഞു. ഇനിയിപ്പോൾ നീ വന്നാലും അവരെ ഫേസ് ചെയ്യാൻ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ആറി തണുക്കുന്നവരെ കോളേജിലേക്ക് വരണ്ടെന്ന് അവരും പറയുന്നത്.
അതുകൊണ്ട് എനിക്കിനി കോളേജിൽ പോകാൻ താല്പര്യമില്ല. ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. ബബിതിക്കും കൃഷ്ണയ്ക്കും പോലും രോഹിത്തിനോട് പഴയ പോലെ ഒരു അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. അവരൊക്കെ വെറുപ്പാണ് കാണിക്കുന്നത്. അവർ തമ്മിലും വലിയ മിണ്ടാട്ടമൊന്നുമില്ല. രോഹിത്തിനെ കാണുമ്പോൾ ഒരു പുച്ഛഭാവത്തോടെയാണ് ബബിതയും കൃഷ്ണയൊക്കെ നോക്കുന്നതും. അതൊക്കെ രോഹിത്തിനെ വല്ലാത്ത സങ്കടമാക്കുന്നുണ്ട്. വീട്ടിനുള്ളിൽ പോലും തന്നെ എല്ലാവരും ഈ ഒരു രീതിക്കാണ് കാണുന്നത്. പിന്നെ പുറത്തേക്ക് പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? സ്വന്തം പെങ്ങന്മാർ പോലും ഇപ്പൊ എന്നോട് മിണ്ടുന്നില്ല. അവർ പോലും ഇപ്പൊ എന്നിൽ നിന്ന് ഒരുപാട് അകന്നാ നിൽക്കുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും എല്ലാവരും എന്നെ എങ്ങനെയാണല്ലോ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിക്കുകയാണ് നമ്മുടെ രോഹിത്ത്. അത് മനസ്സിലാക്കിയിട്ട് അലീന രോഹിത്തിനെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. നീ ഇതുപോലെ ഒരു ചതിയിൽ ചെന്ന് പെട്ടുകൊണ്ടാണ് എല്ലാവരും നിന്നോട് അകൽച്ച കാണിക്കുന്നത്. അല്ലാതെ നിന്നോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. അവരുടെയൊക്കെ മനസ്സിലേറ്റ ആ മുറിവ് ഉണങ്ങണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുവരെ നീ ക്ഷമയോടെ കാത്തിരിക്കണം. ചാടിക്കേറി നീ തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ നിൽക്കരുത്. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അവസ്ഥ അറിയാവല്ലോ. അവർക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടവനാ നീ. അതുകൊണ്ട് ഇപ്പം നടന്ന സംഭവങ്ങളൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പം തേഞ്ഞു മാഞ്ഞു പോകും. അതോർത്ത് വിഷമിച്ചിരുന്ന് നിന്റെ ഭാവി തന്നെ ഇല്ലാതാക്കരുത്. നിന്നെ കുറ്റപ്പെടുത്തിയവർക്ക് മുമ്പിൽ നീ ജയിച്ച് കാണിക്കണം. ആദ്യം കുറച്ചൊക്കെ പരിഹാസവും കുറ്റപ്പെടുത്തലും കളിയാക്കലും ഒക്കെ ഉണ്ടായെന്നിരിക്കും. പക്ഷെ അതൊന്നും തന്നെ നീ മൈൻഡ് ചെയ്യണ്ട. പഠിച്ച് നല്ല നിലയിലെത്തണം. അച്ഛനും അമ്മയ്ക്കും നിന്നല്ലൊരു വിശ്വാസം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഇനി നീ ശ്രമിക്കേണ്ടതെന്നൊക്കെ അലീന എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേയിരുന്നു. രോഹത്തിന് ആത്മവിശ്വാസം കൂട്ടാനായിട്ട് അലീനയെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള സഹായങ്ങളെല്ലാം തന്നെ രോഹത്തിന് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പതിയെ പതിയെ രോഹിത്ത് ആ ഇൻസിഡന്റിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വരുന്നുണ്ട്. അതിനുശേഷം രേവതിക്കുട്ടി അലീനയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാണ് കേട്ടോ. രോഹിത്തിന് നിരപരാധിത്വം തെളിയിച്ച് അലീന ചേച്ചി തന്നെ അവനെ പുറത്തിറക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതിക്കുട്ടി അറിയുന്നുണ്ട്. അതും പറഞ്ഞ് അലീനയെ ഒന്ന് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചേച്ചി എന്ത് പരിപാടിയായി കാണിച്ചത്? അവന് ചേച്ചി എന്തിനാ പുറത്തിറക്കിയത്? അവൻ ചേച്ചിയോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതല്ലേ? പിന്നെ എന്തിനാ അവനെ ചേച്ചി രക്ഷപ്പെടുത്തിയെന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, മോളെ, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഹരി കാരണമാണ് അവൻ ഇതുപോലുള്ള ചതികളിലൊക്കെ ചെന്ന് പെടുന്നത്. അന്നും ഹരി കാരണമാണ് അവൻ എന്നോട് മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തത്. ഇപ്പോഴും ഹരിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. രോഹിത്തിനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവനാ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവൻ്റെ കൂട്ടുകെട്ട് കാരണമാണ് രോഹിത് ഇതുപോലുള്ള ചതിക്കുഴികളിലൊക്കെ ചെന്ന് പെടുന്നത്. ഇപ്പം എന്തായാലും അവൻ അവൻ്റെ ഭാഗത്തെ തെറ്റുകളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് അവനിപ്പോൾ പശ്ചാത്തപിക്കുക. നാട്ടിലും വീട്ടിലും കൂട്ടുകാർക്കിടയിലും എല്ലാം ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയാണ് അവന്. അത് കാണുമ്പോൾ എനിക്കും വല്ലാത്തൊരു സങ്കടമാണ് മോളെ. വീട്ടിനുള്ളിൽ ബബിതയും കൃഷ്ണമോളും അച്ഛനും പോലും അവനോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം ഞാൻ മാത്രമാണ്. എനിക്ക് അങ്ങനെ അവനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ മോളെ? അവൻ എൻ്റെ സ്വന്തം അനിയനല്ലേ. അവനെ നേരായ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടത് എൻ്റെ കടമയല്ലേ മോളെ? അതെൻ്റെ ഉത്തരവാദിത്വമല്ലേ എന്നൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചിക്ക് എത്ര കിട്ടിയാലും ചേച്ചി പഠിക്കുകയില്ല. അത്ര പെട്ടെന്നൊന്നും അവനെ പുറത്തിറക്കണ്ടായിരുന്നു തന്നെ എൻ്റെ അഭിപ്രായം. കാരണം അത്രത്തോളം അവൻ്റെ അലീന ചേച്ചിയെ വേദനിപ്പിച്ചതല്ലേ. അതുകൊണ്ട് എനിക്ക് അതിനോട് യോജിക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. അവൻ ചേച്ചിയോട് കാണിച്ച ക്രൂരതയ്ക്കൊക്കെ അവനും കുറച്ചു ദിവസം കിടന്ന് ശിക്ഷ അനുഭവിക്കണമായിരുന്നു. ചേച്ചി ഇപ്പം അവൻ്റെ സ്വന്തം ചേച്ചി ആയതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ ക്ഷമിക്കുകയും അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതേ സമയത്ത് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ഇവൻ മോശമായിട്ട് പെരുമാറിയിരുന്നെങ്കിലോ? അപ്പോഴും അവൻ ശിക്ഷ അനുഭവിക്കേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, മോളെ, നീ പറയുന്നതൊക്കെ ശരിയാ, എനിക്കറിയാം. എന്നാൽ ഇപ്പം അവൻ്റെ അവസ്ഥ വളരെ മോശമാണ് മോളെ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും വയ്യാതെ എപ്പോഴും റൂമിനുള്ളിൽ തന്നെ അടച്ചിരിക്കുക. കോളേജിൽ പോകുന്നില്ല, കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല. എല്ലായിടത്തും പരിഹാസവും അവഗണനയും മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മളും കൂടി എങ്ങനെ ചെയ്യാൻ പറ്റുമോ? അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ. എല്ലാത്തിനും കാരണം ആ ഹരിയ. അവൻ ഒരാൾ ഇതിനെല്ലാത്തിനും കാരണമെന്ന് അലീന പിന്നെയും പറയുന്നുണ്ട്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി ഇനി അതും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കണ്ട. ചേച്ചി സങ്കടപ്പെട്ടിരുന്നാൽ എനിക്കും സങ്കടമാവും. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ ചേച്ചി. ഈ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്തായാലും ഉണ്ടാവും. ചേച്ചി എന്തായാലും സമാധാനമായിട്ടിരിക്കുക. എല്ലാം ഒന്ന് കലങ്ങി തെളിയും. ചേച്ചി എല്ലാവരും വേണ്ടവണ്ണം മനസ്സിലാക്കുന്ന ഒരു ദിവസം എന്തായാലും വരും. അന്നവർക്ക് മനസ്സിലാകും അലീന ചേച്ചി ആരായിരുന്നു എന്നും ആ കുടുംബത്തെ ചേച്ചി എത്രമാത്രം സ്നേഹിച്ചു എന്നും എന്തൊക്കെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളത്. ആ കുടുംബം ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത് അലീന ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണെന്നൊക്കെയുള്ളത് അവർ എന്തെങ്കിലും ഒരു ദിവസം തിരിച്ചറിയും ചേച്ചി. അതുകൊണ്ട് ചേച്ചി അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നമ്മുടെ രേവതിക്കുട്ടി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹരിയും ഹരിയുടെ ഫ്രണ്ട്സിനെയും കോടതിയിൽ ഹാജരാക്കുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ശരണ്യയും വരുന്നുണ്ട് കേട്ടോ. ശരണ്യ നേരിട്ട് തന്നെ കോടതിയിൽ ഹാജരായതിനു ശേഷം ഹരിയും ഹരിയുടെ ഫ്രണ്ട്സുമാണ് തന്നെ പീഡിപ്പിച്ചെന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ തുറന്നു പറയുന്നുണ്ട്. പീഡനത്തിനിരയായ പെൺകുട്ടി തന്നെയാണ് ഇപ്പം കോടതിയിൽ ഹാജരായി ഇവർക്കെതിരെ ഇങ്ങനൊരു മൊഴി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം കിട്ടാത്ത പോലെ തന്നെ അവരെ റിമാൻഡ് ചെയ്യുകയാണ് കോടതി. അലീന അതിനു മുമ്പ് തന്നെ ശരണ്യെ കണ്ട് രോഹിത്തിന്റെ നിരപരാധിത്വം തെളിയിച്ചതുകൊണ്ട് രോഹിത് അവിടെ രക്ഷപ്പെടുകയാണ്. അങ്ങനെ കോടതി ശിക്ഷ വിധിച്ചതിനു ശേഷം പോലീസുകാർ റിമാൻഡ് ചെയ്ത് അവരെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് നമ്മുടെ ശരണ്യ അവർ വരുന്നതും കാത്തോടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു.
അവർ കോടതി മുറിയിൽ നിന്നും ഇറങ്ങി വെളിയിലേക്ക് വന്നപ്പോഴേക്കും തന്നെ ശരണ്യ ഹരിയുടെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഹരിയെയും ഹരിയുടെ ഫ്രണ്ട്സിനെയൊക്കെ തുറച്ചു നോക്കുന്നുണ്ട്. നല്ല ദേഷ്യത്തോടെ തന്നെ ഹരിയുടെ 2 കരണത്ത് ഓരോന്ന് പൊട്ടിച്ചിട്ട് ശരണ്യ പറയുന്നുണ്ട്, എടാ ചതിയാ, നീ എന്നെ സ്നേഹിച്ച് ചതിക്കായിരുന്നു അല്ലേ? നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചു. അവസാന നിമിഷം വരെ ഞാൻ നിന്നെ സ്നേഹിക്കുകയായിരുന്നു. എന്നിട്ടും നീ എന്നെ ചതിച്ചു അല്ലേടാ? നിന്റെ മനസ്സ് ഇത്രയ്ക്കും വൃത്തികെട്ടതായിരുന്നു. നിന്നെപ്പോലൊരു ഭൂലോക ഫ്രോഡിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കുണ്ടായ അവസ്ഥ ഇനി ഒരു പെൺകുട്ടികൾക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നീ നിന്റെ കൂട്ടുകാരെയൊക്കെ ജയിലിൽ കിടക്കുന്ന തന്നെയാണ് നല്ലത്. പണത്തിന്റെ ബലം ഉപയോഗിച്ച് നീയൊക്കെ എന്തെങ്കിലും കാണിച്ച് പുറത്തു വന്നാലും അപ്പോഴും ഞാൻ നിങ്ങളെ വെറുതെ വിടില്ലടാ. എന്നോട് കാണിച്ച ക്രൂരതയ്ക്കും എന്നെ ഉപദ്രവിച്ചതിനുമൊക്കെ നീ നിന്റെ കൂട്ടുകാരും തക്കതായ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ഹരിയുടെ മുഖത്തേക്ക് വീണ്ടും തല്ലുകയാണ് ശരണ്യ. അങ്ങനെ ശരണ്യയ്ക്ക് അന്ന് ഹരിയും ഹരിയുടെ ഫ്രണ്ട്സും കൂടെ കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഏകദേശം 1 ലക്ഷം രൂപയൊക്കെ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ശരണ്യയ്ക്ക്. ഇതാരോടും പറയരുത്, ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കാശ് കൊടുത്തതും. എന്നാൽ ശരണ്യ നേരെ വീട്ടിൽ ചെന്നതിന് ശേഷം ശരണ്യയുടെ മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സംശയമാവുന്നുണ്ട്. അങ്ങനെയാണ് ശരണ്യയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതും നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതും. ആ സമയത്ത് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ആരോടും പറയരുത്, ആരും ഇത് അറിയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാശ് തന്നതെന്നൊക്കെ ഉള്ളത് നമ്മുടെ ശരണ്യ പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും കോടതി വരാന്തയിൽ വെച്ച് ശരണ്യയ്ക്ക് കൊടുത്ത ആ പൈസ ഹരിയുടെയും ഫ്രണ്ട്സിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് ശരണ്യ. കുറച്ച് കാശ് തന്ന് ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറയാമെന്ന് നീക്ക് വിചാരിച്ചോടാ, എന്നാ നിന്റെ കാശ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഹരിയുടെ മുഖത്തേക്ക് പൈസ വലിച്ചെറിയുന്നത്. എന്തായാലും ആ സമയത്ത് കോടതി വരാന്തയിൽ എല്ലാ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയക്കാരും എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഈ രംഗങ്ങളെല്ലാം ഫോട്ടോസും വീഡിയോസും ആയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഹരിയും ഹരിയുടെ ഫ്രണ്ട്സിനെയും കോടതി വളപ്പിലിട്ട് വലിച്ചു കീറുകയായിരുന്നു ശരണ്യ. ഇതെല്ലാം ബ്രേക്കിംഗ് ന്യൂസായിട്ട് ചാനലുകളിലും വരും. അങ്ങനെ ഇതൊരു വലിയ നാണക്കേടായിട്ട് തന്നെ മാറുകയാണ് കേട്ടോ. അവസാനം അവിടെ നിന്ന പോലീസുകാരും ശരണ്യയുടെ ബന്ധുക്കളും ഒക്കെ കൂടി ശരണ്യയെ പിടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ ഹരിയും ഹരിയുടെ ഫ്രണ്ട്സിനെയും കൂടെ പോലീസുകാർ നേരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്.